കോഴിക്കോട് വീണ്ടും നിപ്പ. 43-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പരിശോധനയിലാണ് പോസിറ്റീവായത്. രോഗിയെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഉടൻ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. കെറ്റി വിബീഷ് വിശദാംശങ്ങളുമായി. വിബീഷ്, സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ്. ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? പുനെ വൈറോളജി ലാബിലെ ഫലം എപ്പോൾ വരും? സൈഫു, സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു. നേരത്തെ വലിയ ആശങ്കകൾ സൃഷ്ടിച്ച കോഴിക്കോട്ടാണ് വീണ്ടും രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. രാമനാട്ടുകര നഗരസഭാ പരിധിയിലുള്ള 43-കാരനാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പരിശോധനയിൽ പ്രാഥമികമായി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പൂനെയിൽ നിന്നുള്ള ഫലം നാളെ ഉച്ചയോടുകൂടി മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിനുശേഷമായിരിക്കും ആരോഗ്യവകുപ്പിന്റെ ഇക്കാര്യത്തിലുള്ള ഔദ്യോഗികമായ വിശദീകരണം വരുന്നത്. അതേസമയം പ്രാഥമികമായി തന്നെ ഇദ്ദേഹത്തിന്റെ നാട്ടിൽ, അതായത് രാമനാട്ടുകര നഗരസഭാ അധ്യക്ഷൻ ആരോഗ്യവകുപ്പിന്റെ യോഗം വിളിക്കുകയും പ്രാഥമികമായ ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ആദ്യം ഫറോക്കിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ചികിത്സ തേടിയത്. പിന്നീട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി. നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് നിപയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. തുടർന്ന് ഇവിടുത്തെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് സ്രവം പരിശോധനയ്ക്ക് അയച്ചത്. അതിന്റെ മെഡിക്കൽ കോളേജിലെ ഫലത്തോടു കൂടിയാണ് ഇപ്പോൾ രോഗത്തിന്റെ പ്രാഥമികമായ വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തന്നെ ഇതിനകം വിശദീകരിച്ചത് ആശങ്കപ്പെടേണ്ട കാര്യം ഇല്ല എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ഇനി ആരോഗ്യ കാര്യത്തിലേക്ക് വന്നാൽ ഇദ്ദേഹത്തെ രാത്രിയോടുകൂടി ഇന്ന് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും എന്നാണ് നമുക്ക് അറിവായിട്ടുള്ളത്. യെസ്, എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ കാര്യമായി ആശങ്കപ്പെടാനില്ല. ഒപ്പം ഈ കേസ് ഹിസ്റ്ററിയും റൂട്ട് മാപ്പും ഒക്കെ ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ടെന്ന വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ രോഗം പടരാതിരിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളിലേക്കും കടക്കുകയാണ്.